സിദ്ധയ്യൻ. അതിലൊട്ടും കുറവില്ല. പിന്നെ ശുഭയ്യർ കൂട്ടത്തിലുള്ളതുകൊണ്ട് സമയവും ദൂരവും പോയത് അറിഞ്ഞതേയില്ല. പിന്നെ എങ്ങനെയുണ്ടേ നമ്മുടെ പുതിയ കുതിര? നല്ല ഒന്നാന്തരമാ. എവനെ നമുക്ക് പന്തയത്തിന് കൊണ്ടുപോകണം. എടോ കുതിരക്കാരാ, എനിക്കൊരു ചിന്ന സന്ദേഹം, ഒരു സംശയം. അപ്പോഴേക്കും സ്വാമിക്ക് സംശയം തുടങ്ങിയോ? ഇല്ല, ഞാൻ പലപ്പോഴും കേൾക്കണമെന്ന് വിചാരിച്ചതാണ്. ഇന്തോ കുതിര കടിക്കുമോ? ബൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടോ? എന്റെ സന്ദേഹം ബുദ്ധമായോ? അത് സംശയിക്കേ വേണ്ട സ്വാമി. കേട്ടേച്ചാ, ഈ പ്രഭാകരൻ എന്നോട് പറയാണ് ഇവൻ വലുതായാൽ ഈ കുതിരപ്പുറത്ത് എന്നെ കേട്ട് ഓടിച്ചു പോകുമെന്ന്. സിദ്ധയ്യന്റെ മകൻ ആള് മോശമില്ലല്ലോ. നീ അവളെ പറഞ്ഞോ? ഈ കുഞ്ഞ് ആരാണെന്നാണോ നീ മനസ്സിലാക്കിയത്? അതിനോട് അവളെ പറയാൻ പാടുണ്ടോ? ആസത്തെ അവർക്ക് എന്തറിയാം? അവർക്ക് എങ്ങനെ വലിപ്പച്ചെറുപ്പം വല്ലതും ഉണ്ടോ? അവർ കുട്ടികളല്ലേ. എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി നീ അങ്ങനെ പറയടാ. ഇല്ലച്ചാ. സിദ്ധയ്യ അയ്യോ മുതലാളി, മല്ലി, നീ എവിടെ പോയിരുന്നു? അക്കരെ കുതിരയ്ക്ക് പുല്ല് കൊണ്ടുവരാൻ. അത് നിന്റെ ജോലിയാണോ? ഞാൻ വെറുതെ പോയതാ. വെറുതെ? നിന്റെ ചിരിയും കളിയും കുറെ കൂടുന്നുണ്ട്. പോയി ജോലി നോക്ക്.
നമസ്കാരം നമസ്കാരം. എത്ര തൊഴിലാളികളുണ്ട് സ്വാമി നമ്മുടെ എസ്റ്റേറ്റിൽ? அது அங்க ஒரு 200, இங்க ஒரு 100, அந்த எஸ்டேட்ல 120, மொத்தமா ஒரு 420 പേരോളം കാണും. മോളുടെ പിറന്നാളിന് തൊഴിലാളികൾക്ക് എല്ലാവർക്കും സദ്യ കൊടുക്കണം, മറക്കണ്ട. സദ്യയുടെ വിഷയം എന്താണ്? അത് ഞാൻ ഒരിക്കലും മറക്കില്ല. அந்த ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വിട്ടുകൊടുങ്ങോ, അത് ഞാൻ നോക്കി നോക്കിക്കൊള്ളാം. சொல்லுமே, அதுதான் நம்ம எஸ்டேட் ஏரியா. ക്ഷമിക്കണം കൊച്ചമ്മേ. ക്ഷമിക്കണം പോലും. എടാ, നീ കൊച്ചമ്മ സഹായിക്കൊന്നും വേണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാ, ആളുകളെ നോക്കി പെരുമാറാൻ പഠിക്കണം. അവന്റെ ഒരു സുട്ട മാട്ടപ്പയൽ. നീ പോയി ഒന്ന് വേഗമായി പോടാ, പോടാ. കൊച്ചമ്മ വന്നാട്ടെ. മതിയടാ, മതി, നിർത്തിക്കളാ. എന്താ ചേട്ടാ ഈ ജോലി? എടാ, നിന്റെ സങ്കടവും ഗതികേടും കണ്ടുകൊണ്ടാണ് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ ഓർമ്മ നിനക്ക് വേണമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. എടാ, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയണം. നിന്നെ പോലത്തെ ഒരു തെണ്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയ എന്നെ ചവിട്ടണം. എടുക്കാനുള്ളതൊക്കെ വേഗം എടുത്തോ. ഓഫീസിൽ പോയി ശമ്പളം മേടിച്ചോ. നോക്കി നിൽക്കാതെ പോകും. പോടാ, കെട്ട്. ഇതാരുടെ കൽപ്പനയാ? ആരാ അവിടെ കൽപ്പിക്കാനുള്ളത്? അവര് തന്നെ. പോരെ? ആഹാ, മോള് വീണ വായിക്കാൻ പഠിക്കുകയാണോ? ഇതമ്മേ ഒന്ന് വായിക്ക. എനിക്ക് അല്പം കൂടെ ജോലിയുണ്ട്. വായിക്കമ്മേ, നോക്കച്ചാ. അച്ഛനോട് പറ. മല്ലി, മോളിങ്ങി തരും, മല്ലി. അച്ഛൻ വായിക്കാം.